सीधा सीधा को सीधा 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 हाँ ऐसा करो हाँ पीछे पीछे कटो 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 देखो मछली का नाम हिलिस बोलते हैं हिल्सा हिलिस सभी नाम बोलते हैं टेस्टी के लिए एकदम अच्छा टेस्टी है मीन पेര് हिल्सा എന്ന് പറഞ്ഞ മീനാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത മീനാണ് അത്ര നല്ല ടേസ്റ്റാണ് सुपर टेस्ट है ഒരുപാട് മുള്ളുള്ള മീനാണ് इसमें बहुत ज़्यादा काटा है काटा सोच के आप लोग के खाने के लिए मूड नहीं आएगा लेकिन खा के मुँह में टेस्ट आएगा तो आप लोग कभी भी नहीं छोड़ते ഇതിൽ ഒരുപാട് മുള്ളുള്ള മീനാണ് മുള്ളാലേക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷെ നമ്മളത് കഴിച്ചിട്ട് ഒരു തവണ നമ്മളത് അഥവാ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഒഴിവാക്കില്ല അത്രയും നല്ല ടേസ്റ്റുള്ളതാണ് നമുക്ക് വായക്ക് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ നമ്മൾ കാരണവശാലും നമ്മൾ ഒഴിവാക്കില്ല അത്രയും നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് സൂപ്പർ ടേസ്റ്റുള്ള മീനാണ് हमें दूसरा क्या देता है മുള്ള തന്നെ കണ്ട ഫുള്ള് മുള്ളാണ് അപ്പോൾ ഇതേക്കാ ഫുള്ള് മുള്ളാണ് നമുക്ക് തീരെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും മുള്ള നമുക്ക് ഫുള്ള് ഇതിൻ്റെ എന്താ പറയുക തലനകത്ത് വരെ മുള്ളാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് काटा है तो आप लोग सोच नहीं सकते उतना ज़्यादा काटा है इसका मुंडी है मुंडी का अंदर भी छोटा छोटा काटा है लेकिन मैं बोला ना टेस्ट मिलेगा तो आप लोग छोड़ता नहीं है इसका स्टोरी बहुत ज़्यादा है ये समुद्र में भी रहते हैं नदी में भी रहते हैं ये अंडा डालने के लिए समुद्र में जाता है नदी में आता है पहले समुद्र में ना हाँ ये देखो ये मछली पहले समुद्र में रहते हैं और इसमें अंडा आएगा तो अंडा डालने के लिए अंडा बाहर डालने के लिए मतलब अंडा का पूरा प्रोसेसिंग करने के लिए नदी में आता है ഇത് കടലിലുണ്ടാകുന്ന മീനാണ് പക്ഷേ ഈ ഒരു മീനിലെ മുട്ട വരുന്ന സമയത്ത് മീനിൻ്റെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് മീൻ എന്തെങ്കിലും പുഴയിലേക്ക് നീന്തി വരാറുണ്ട് റിവേഴ്സ് അടിക്കും പുഴയിലേക്ക് തന്നെ റിവേഴ്സ് അടിച്ചിട്ട് പുഴയിലേക്ക് തന്നെ വരും ഈ ഒരു മീന നമ്മളെ ബംഗ്ലാദേശിൻ്റെ മീനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വട്ടമത്തിയാന്നിരിക്കും വട്ടമത്തിയല്ല ഈ മീനിൻ്റെ പേര് ഹിൽസ എന്നാണ് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ പ്രവാസികളെ കാണുന്നുണ്ട് നമ്മൾ പ്രവാസികളെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ നമുക്ക് ഫോട്ടോ തരാൻ ചാൻസ് ഉണ്ട് അതായത് ബംഗ്ലാദേശിലുള്ള നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ സുഹൃത്തുക്കൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഈ ഒരു മീൻ എന്ത് ചെയ്യും നമുക്ക് ഫോട്ടോ തരാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ ഇറച്ചിക്ക് കൊണ്ടുവരുന്ന പോലെ അതായത് നമ്മൾ ഗൾഫിലുള്ള പ്രവാസികൾക്ക് നമ്മൾ നാട്ടിലെ സമയത്ത് നമ്മൾ ഇറച്ചി കൊണ്ടു കൊടുക്കുമല്ലോ അതേപോലെ बांग्लादेश सूरत नमुक मीन नाट नमुक तराറുണ്ട് ये एकदम अच्छा मिलता है बांग्लादेश में मिलता है एकदम अच्छा वाला बांग्लादेश में मिलता है बाकी जगह में मिलते हैं कोलकाता में भी मिलता है लेकिन कोलकाता का जो है टेस्ट है लेकिन बांग्लादेश का उतना टेस्ट नहीं मिलेगा सबसे अच्छा टेस्ट बांग्लादेश का ही मिलता है और आंध्र में भी मिलता है मेरे को लग रहा है ज़्यादा कमती पैसे गुजरात में भी मिलते हैं लेकिन गुजरात में पूरा फार्मिंग होता है फार्मिंग का भी मिलता है गुजरात में फार्मिंग का भी मिलता है फार्मिंग का भी ठीक है इलिस नाम आएगा तो कैसे भी टेस्ट आएगा गुजरात का तो वो भी टेस्ट आएगा ऐसा नहीं सोचना गुजरात का फार्मिंग है टेस्ट नहीं मिलेगा ऐसा नहीं सोचना सभी जगह पे टेस्ट है ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബംഗ്ലാദേശാണ് നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നത് കൂടുതൽ കിട്ടുന്നത് കൊൽക്കത്ത പിന്നെ ഗുജറാത്ത് ആന്ധ്ര എന്നൊക്കെ കിട്ടുന്നുണ്ട് അതിൽ ഗുജറാത്ത് കൊൽക്കത്ത ആ സൈഡാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വില കുറഞ്ഞ് കിട്ടാറുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളത്തെ മറ്റത് ഇതിൻ്റെ ഉള്ളത്തെ സംഭവം കാണിച്ചാൽ കൊണ്ടാകും ഒക്കെ കൊണ്ടാകും ഇത് ഇലീഷ് എന്ന് പറഞ്ഞ മീനിൻ്റെ പീത്താണിത് ഈ ഒരു മീനിൻ്റെ ഉള്ളിൽ വരുന്ന ഇതിനൊരു യൂറിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂറിൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ചെറിയ സാധനം ഞാൻ അദ്ദേഹം കാണിച്ചതാണ് ചെറിയ സാധനമുണ്ട് അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞത്തോടെ വാശൊക്കെ നിൽക്കും ചെറിയ സാധനമാണ് ഒരു ബ്ലാക്ക് ഇത് കാണാൻ പറ്റും അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഴിപ്പായിരിക്കും കഴിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും കഴിപ്പായിരിക്കും